ഇടുക്കി ജില്ലയിലെ ചക്കുവള്ളം പഞ്ചായത്തിലെ ഒരു പൊതു മാർക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് ഇനി. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എന്ന കാഴ്ചപ്പാടിലായിരുന്നു മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയായി 9 വർഷത്തിന് ഇപ്പുറം ഒരു പഞ്ചായത്തിലെ മാലിന്യങ്ങൾ അപ്പാടെ നിറച്ചിരിക്കുകയാണ് ഇവിടെ. പതിമൂന്നിലധികം ഷട്ടറുകളുള്ള ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ റൂറൽ മാർക്കറ്റിലെത്തുന്നവർക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പഴം, പലചരക്ക്, പച്ചക്കറി സാധനങ്ങളും മത്സ്യമാംസാദികളും വാങ്ങി തിരികെ മടങ്ങാം. കാഴ്ചപ്പാട് ഇതായിരുന്നുവെങ്കിലും നാളിതുവരെയായി ഒരു വ്യാപാര സ്ഥാപനം പോലും ഇവിടെ തുറന്നിട്ടില്ല. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ വീടുകളിലെ മാലിന്യങ്ങൾ അത്രയും ഈ റൂറൽ മാർക്കറ്റിൽ ഇന്നുണ്ട്. അതിനിടയിലാണ് ഈ ചക്കുവള്ളം പഞ്ചായത്തിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇവിടെ ഗവൺമെന്റ് സ്ഥലം ടൗണില്ലാത്ത കാരണം മാർക്കറ്റിന് വേണ്ടി മാറി റെഡിയാക്കിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മുടക്കി മാർക്കറ്റ് പണി ഈ സ്ഥലത്ത് കൊണ്ടുവന്നാണ് ഇപ്പൊ ഈ മാർക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങാതെ തന്നെ ഈ കണ്ട വേസ്റ്റ് എല്ലാം മാലിന്യമെല്ലാം കൊണ്ടുവിട്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് 11,14,000 ലിറ്ററിന്റെ ഒരു ടാങ്ക്, കുടിവെള്ള ടാങ്കാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം ഇവിടെ ഒഴുകി ഈ കിണറുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. മാരാരോഗങ്ങളുണ്ടായി ആളുകൾ പരാതി പറഞ്ഞിട്ടും ഇത് അധികാരികൾ കണ്ണു തുറന്ന് കാണുന്നില്ല. കോടികൾ മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഹരിതകർമ്മസേന മാലിന്യങ്ങൾ റൂറൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത്. UDF ഭരണകാലത്ത് 2015-2016 സാമ്പത്തിക വർഷത്തിൽ 25 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് മാർക്കറ്റ് നിർമ്മിച്ചത്. പഞ്ചായത്തും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും സംയുക്തമായിട്ടായിരുന്നു നിർമ്മാണം. പിന്നാലെ പഞ്ചായത്ത് ഭരണം LDFന് കീഴിലായതോടെ റൂറൽ മാർക്കറ്റ് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. 2019 ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ മുടക്കി പുതിയ ഒരു കെട്ടിടം കൂടി ഇവിടെ പണിതു. ഇന്നീ കെട്ടിടങ്ങളും ഇതിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കാടുകയറി നാശത്തിന്റെ വക്കിലാണ്. മാർക്കറ്റ് സംരക്ഷിച്ച് തുറന്നു നൽകേണ്ട പഞ്ചായത്ത് ഭരണസമിതി തന്നെ റൂറൽ മാർക്കറ്റിന്റെ അസ്ഥിവാരം തോണ്ടി. നഷ്ടം പൊതുജനത്തിന് മാത്രം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.